ഞാനിവിടെ റീസെൻറ്റ് OIT ബാച്ച് വിന്നറാണ്. ഐ ബാച്ചിലാണ് പഠിച്ചത്. സോ ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്ന കാര്യം പറയുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഓറിയൻറ്റേഷൻ ബാച്ച്, അത് കഴിഞ്ഞ് ഗ്രാമർ ക്ലാസ് ഉണ്ടായിരുന്ന ഒരാഴ്ച, അത് കഴിഞ്ഞ് 2 ആഴ്ച അഡ്വാൻസിലായിരുന്നു, അത് കഴിഞ്ഞ് പ്രീ എക്സാം ബാച്ചിലായിരുന്നു. സോ ആദ്യം നമ്മൾ ഓറിയൻറ്റേഷൻ ബാച്ചിൽ വന്നപ്പം ഓരോ മൊഡ്യൂളും ഓരോ ദിവസം വെച്ച് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതെങ്ങനെ അറ്റൻഡ് ചെയ്യണം. ആദ്യം ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എൻ്റെ കസിൻ ചേച്ചി ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അജിലോറയിൽ വരുന്നത്. ചേച്ചി ഇവിടെ തന്നെ പഠിച്ചു, ഇവിടെ തന്നെ പാസ് ഔട്ടാണ്. അപ്പോൾ അങ്ങനെ വീട് ഇവിടെ അടുത്തായിരുന്നു. ഞാൻ അജിലോറ ചൂസ് ചെയ്ത് കയറി. ആദ്യത്തെ ഓറിയൻറ്റേഷൻ ബാച്ച് നന്നായിട്ട് എടുത്തിരുന്നു. അതായത് ആദ്യം റീഡിങ് എങ്ങനെയാണ്, ലിസണിങ് എങ്ങനെ ചെയ്യണം, സ്പീക്കിംഗ് എങ്ങനെയാണ്, റൈറ്റിംഗ് എങ്ങനെയാണ്. ആദ്യം കുറച്ച് എനിക്ക് ടഫായിരുന്നു, എങ്ങനെ എഴുതണം, എങ്ങനെ അത് അറ്റൻഡ് ചെയ്യണം. ഈവൻ സ്പീക്കിംഗ് ആണെങ്കിലും എനിക്ക് ആദ്യം വരുമ്പോൾ ഒന്നൊരു വിലയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഗ്രാമർ ക്ലാസ്സിൽ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൽ കയറി. അതിൽ എങ്ങനെ നമ്മൾ ആൻസർ എഴുതണം, മീൻസ് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല, അത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്, അത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആ ഒരാഴ്ച നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു, കിട്ടിയിരുന്നു. പിന്നെ അഡ്വാൻസിൽ കയറി, പ്രീ എക്സാം കയറി. അവിടെ എല്ലാം ഓരോ മൊഡ്യൂൾസും എല്ലാ ദിവസവും കംപ്ലീറ്റ് മൊഡ്യൂൾസൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇവിടുത്തെ ട്രെയിനീസൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിവിടെ. എനിക്ക് ഇടയ്ക്കൊക്കെ ഭയങ്കര ഡൗൺ ആയൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ ട്രെയിനീസ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സ്പീക്കിങ്ങിൻ്റെ സമയത്താണെങ്കിലും ചില സമയത്ത് എൻ്റെ കൈയൊക്കെ വിറക്കുമായിരുന്നു. എനിക്ക് പറയേണ്ട എങ്ങനെയാണെന്ന് പോലും ശരിക്കും എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആയ സമയത്ത് ഇവിടുത്തെ ട്രെയിനീസൊക്കെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് എന്നെ സ്പീക്കിംഗ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഓവറോൾ അജിലോറെ പറ്റി പറയുമ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ.